വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകണം. ആദ്യം തന്നെ ന്യൂസ് 18 കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു വാർത്ത. അത് മലപ്പുറത്തെ ചില അനാചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് വീട്ടുപ്രസവം എന്ന നമ്മളെയൊക്കെ ഞെട്ടിച്ച സംഭവങ്ങൾ അവിടെ ആവർത്തിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തുവിട്ടത് ന്യൂസ് 18 ആണ്. വീട്ടുപ്രസവത്തിനെതിരെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി മതസംഘടനകളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും യോഗം വിളിച്ച് മലപ്പുറം ജില്ലാ ഭരണകൂടം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അടുത്ത ബുധനാഴ്ച രാവിലെയാണ് മലപ്പുറം കളക്ടറേറ്റിൽ യോഗം ചേരുക. മതത്തെ മുൻനിർത്തിയുള്ള പ്രഭാഷണങ്ങൾക്കെതിരെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം മതസാമുദായിക നേതാക്കളുടെ യോഗം വിളിച്ചു ചേർക്കുന്നത്. മലപ്പുറം ചട്ടിപ്പറമ്പിലെ വീട്ടിലെ പ്രസവവും തുടർന്ന് യുവതി മരിച്ചതുമൊക്കെ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഇതിനെതിരെ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടമൊക്കെ സത്വര ഇടപെടൽ നടത്തുന്നുണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് മലപ്പുറം ജില്ലാ കളക്ടർ BR വിനോദാണ്. സാറ്, നമ്മുടെ ജില്ലയിൽ ഏറ്റവും അധികം വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് സത്യത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്ക് തന്നെയാണ് പുറത്തു വന്നത്. ജില്ലാ ഭരണകൂടം ഇനി ഇക്കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും പ്രസവം എന്നുള്ളത് ഗവൺമെൻറ് സെക്ടറിൽ പൂർണ്ണമായും സൗജന്യമായി കിട്ടുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇതോടനുബന്ധിച്ചുള്ള പരിശോധനകൾ, വീട്ടിലേക്കുള്ള ട്രാവൽ, വീട്ടിൽ നിന്നെത്തുക, കുട്ടിക്കുള്ള പരിശോധന, പോഷകാഹാരങ്ങളെല്ലാം സൗജന്യമായി കൊടുക്കേണ്ട സംവിധാനം എല്ലാ സബ് സെൻറ്ററുകളിലും എല്ലാ ചൊവ്വാഴ്ചയും ഗർഭിണികൾക്കുള്ള പരിശോധനയും സംവിധാനങ്ങളൊക്കെ ഗവൺമെൻറ് സെക്ടറിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആരും വീട്ടിൽ പ്രസവിക്കേണ്ട കാര്യമില്ല. ഇത്തരം സംഭവങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശങ്കയുള്ള കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിവിധ സാംസ്കാരിക നായകരെയും മതം മേലധ്യക്ഷരെയും മെഡിക്കൽ രംഗത്തുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 16-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ബോധവൽക്കരണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന കോംപ്ലിക്കേഷനെ പറ്റി എല്ലാവരെയും ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഈ വാക്സിനെതിരായ ഒരു പ്രതിരോധം ഉയർന്നൊരു കാലം ഇപ്പോൾ 5-6 വർഷം മുൻപ്, അന്ന് വളരെ ഫലപ്രദമായിട്ടായിരുന്നു ജില്ലാ ഭരണകൂടം ആരോഗ്യവകുപ്പ് ഇത് കൈകാര്യം ചെയ്തത്. ഇതേപോലെ തന്നെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഒന്നിച്ച് വിളിച്ചു ചേർത്ത് അവരെ ഇതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി അവരിലൂടെ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഇതിലും അതേ ഉദ്ദേശമാണോ, അതേ രീതിയിൽ തന്നെയാണോ നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതെ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും സാംസ്കാരിക നായകരുടെയും മതമേലധ്യക്ഷന്മാരുടെയും വിവിധ മതങ്ങളിലുള്ളവരുടെയൊക്കെ സഹകരണം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ രംഗത്തുള്ളവരും വീട്ടിൽ പ്രസവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, പ്രസവത്തോടനുബന്ധിച്ച് ഉണ്ടാകാവുന്ന ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, അത് കൈകാര്യം ചെയ്യാൻ, എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വീടുകളിൽ ഇല്ലാത്തത് അപകടകരമാകും എന്നുള്ളൊരു ധാരണയും എല്ലാവരിലേക്കും എത്തിക്കുന്നതിലൂടെ ഇത് കുറയ്ക്കാൻ സാധിക്കും. അതിന് വലിയ ബോധവൽക്കരണവും നടപടികൾ ആവശ്യമാണ്. 16-ാം തീയതി എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കളക്ടറേറ്റിൽ വെച്ചാണ് യോഗം? കളക്ടറേറ്റിൽ വെച്ചാണ് ഈ യോഗം ചേരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഈ വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങളൊക്കെ പ്രചരിക്കുന്നത്. അതിനെ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യമില്ല. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു? തീർച്ചയായിട്ടും DMOയുടെ നേതൃത്വത്തിൽ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പ്രചരണ മെറ്റീരിയൽ ഉണ്ടാകുകയും കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. വീട്ടിൽ പ്രസവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, ഗവൺമെൻറ് സംവിധാനത്തിൽ ഇത് പൂർണ്ണമായും സൗജന്യമാണ്, എല്ലാവിധ സേവനങ്ങളും നൽകുന്നുണ്ട്. ഇനി ഗവൺമെൻറ് സംവിധാനത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. ആശങ്കകൾക്ക് ആവശ്യമില്ല. ഗവൺമെൻറ് സംവിധാനത്തിൽ എല്ലാ മരുന്നുകളും പൂർണ്ണമായും സൗജന്യമാണ് എന്നുള്ളത് എല്ലാവരും. മതവിഭാഗങ്ങളിലുള്ള ആളുകളെയൊക്കെ അറിയിച്ചിരുന്നോ? ഇക്കാര്യം അറിയിച്ചു തുടങ്ങിയോ? അവരൊക്കെ എങ്ങനെയാണ് പ്രതികരണം ലഭിച്ചു തുടങ്ങിയോ? തീർച്ചയായിട്ടും എല്ലാവരും, ആരും തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു വിഭാഗത്തിലുള്ളവരും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു സാംസ്കാരിക നായകരും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ചില ആൾക്കാർ ഇത് രഹസ്യമായി സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിച്ചായിരിക്കാം ഒരുപക്ഷെ ഇത് ചെയ്യുന്നത്. അത് പൂർണ്ണമായും തടയുന്നതിന് വേണ്ടി ഉള്ള ഒരു നടപടികൾ ആവശ്യമാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 16-ാം തീയതി കളക്ടറേറ്റ് വിളിച്ചു ചേർത്ത യോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അതിൽ വിവിധ മത മേലധ്യക്ഷന്മാരും സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളും സാംസ്കാരിക നായകരും തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തുറകളുള്ളവർ പങ്കെടുക്കും. ഈ ഒരു വീട്ടുപ്രസവം എന്ന അശാസ്ത്രീയമായിട്ടുള്ള സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ആ സംഭവത്തിനെതിരെ ജില്ലാ ഭരണകൂടം ഇപ്പോൾ സത്വര നടപടികളുമായി മുന്നിട്ടിറങ്ങുകയാണ്. അത് ഫലം കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അഖിൽ CB അനുമോദ്, ന്യൂസ് 18.
തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനുള്ള കൃത്യമായ പ്രതികരണത്തോട് വിമുഖത കാട്ടുമ്പോഴാണ് നമ്മുടെ ജില്ലാ ഭരണകൂടമടക്കം ഒരു കളക്ടർ അദ്ദേഹങ്ങളുടെ ആർജവത്തോടെ ഇതിനെതിരെ രംഗത്ത് വരികയും പരമാവധി ബോധവൽക്കരണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക. അനുമോദ്, ഇനിയുള്ള പ്രതീക്ഷ അതിലാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുകയും അതിൽ നിരവധി ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുകയും അതിൻ്റെ ഇരയാകുകയും മറ്റും ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ സർക്കാരിൻ്റെ പലവിധമായ, കളക്ടർ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ പലവിധമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പലർക്കും അവബോധമില്ല എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക, വീട്ടുപ്രസവത്തിൻ്റെ ഈ പറഞ്ഞതുപോലെയുള്ള ശാസ്ത്രീയ പ്രശ്നങ്ങൾ അത് ബോധ്യപ്പെടുത്തുക എന്നടക്കമുള്ള ഒരുപാട് കടമ്പകളുണ്ട്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ജില്ലാ ഭരണകൂടം, ഒരു വലിയ വെല്ലുവിളിയാണ്, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യം വെക്കുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ ഒരു വിഷയം അതീവ ഗൗരവത്തിലുള്ളതാണ്. ഇവിടെ പ്രസവം എന്നാൽ ഓരോ വ്യക്തിയുടെയും സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അവകാശമാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ചില ഗ്രൂപ്പുകൾ വഴിയും ചില വിഭാഗങ്ങൾ വഴിയും ഒക്കെ നടക്കുന്നത്. അവിടെ നിന്നും ഇത് ഒരു സ്വകാര്യ വിഷയമല്ല, മറിച്ച് സമൂഹത്തിൽ സുരക്ഷിതരായിട്ട് അമ്മയും കുഞ്ഞും ജീവിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകത, അത് അവർക്ക് എത്രമാത്രം സഹായം, വൈദ്യസഹായമാകട്ടെ അതിന് പുറമേയുള്ള സഹായങ്ങളുണ്ട്, അത് എത്രമാത്രം സർക്കാർ നൽകുന്നുണ്ട് എന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ആവശ്യകത, അതിനപ്പുറം അശാസ്ത്രീയമായിട്ടുള്ള വെറും അന്ധവിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പ്രചരിപ്പിക്കുന്നവരുടെ പ്രചാരണങ്ങൾക്കെതിരെ ഒരു ശക്തമായ മറുപടി, ഇതെല്ലാം നൽകേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അപ്പോൾ ജില്ലാ ഭരണകൂടം ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ സംവിധാനങ്ങൾ അതിൻ്റെ എല്ലാ മേഖലകളിലെയും അതിൻ്റെ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രചാരണം ശക്തമാക്കുന്നു എന്നുള്ളതാണ് അറിയാനാകുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ആരോഗ്യവകുപ്പ് ചെറിയ വീഡിയോകൾ ഇറക്കി ഈ വീഡിയോ സന്ദേശത്തിലൂടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണങ്ങളെ ചെറുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. അതേപോലെ സർക്കാർ ഇത് എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കുന്നു, ഈ എന്തെല്ലാം സഹായങ്ങളാണ് സർക്കാർ നൽകുന്നത്, ഈ പലരും ചെലവ് എന്ന വലിയ ഒരു കാര്യം പറഞ്ഞ് ഇതിൽ നിന്ന് പിന്തിരിയുന്നു എന്നൊരു പ്രചാരണമുണ്ട്. അപ്പോൾ ഇതിന് സർക്കാർ സംവിധാനങ്ങളിൽ ചെലവില്ല, സർക്കാർ സംവിധാനങ്ങളിൽ ഇതെല്ലാം ചെയ്യാനുള്ള സംവിധാനം ഇത്രമാത്രം ആധുനിക രീതിയിലുള്ളതാണ്, പഴയ പോലെ വലിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഇല്ല തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണോ ജനങ്ങളെ വീട്ടിലെ പ്രസവത്തിന് പ്രേരിപ്പിക്കുന്നത് അതിൽ നിന്നെല്ലാം അവരെ പിന്തിരിപ്പിക്കണം. അതിന് ഈ പറയുന്ന സാമുദായിക മത സംഘടനകളുടെ പിന്തുണയോ ആവശ്യമാണ്. പലപ്പോഴും അവരുടെ ഒരു ഉത്ബോധനമോ അവരുടെ നിർദ്ദേശങ്ങളോ സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ നൽകുന്ന നിർദ്ദേശങ്ങളെക്കാൾ ജനങ്ങൾ ഈ പറയപ്പെടുന്ന ജനങ്ങൾ വിലമതിക്കും. അപ്പോൾ അവരിലൂടെ തന്നെ ഈ കാര്യം പറയിപ്പിക്കുക എന്നുള്ളത് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, വാക്സിനെതിരെ വലിയ പ്രചാരണം നടന്നപ്പോൾ ഇതേ മത സംഘടനകളെയും അതേപോലെ തന്നെയുള്ള വിവിധ ജനങ്ങളിൽ വിശ്വാസമുള്ള ജനങ്ങൾ ആരാധിക്കുന്ന വ്യക്തിത്വങ്ങളിലൂടെയും വാക്സിന് വേണ്ടിയുള്ള പ്രചാരണം സർക്കാർ നടത്തിയതും അത് വിജയം കണ്ടതുമാണ്. അപ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു ചരിത്രം, അതായത് സർക്കാർ സംവിധാനങ്ങളിലൂടെ ആരോഗ്യ സംവിധാനങ്ങൾ എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നത് വാക്സിൻ പ്രചാരണത്തിൻ്റെ സമയത്ത് തന്നെ കണ്ടതാണ്. അതേ മോഡസ്, അതേ രീതി ഈ വീട്ടിലെ പ്രസവം ചെറുക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അന്നത്തേക്കാൾ കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഈ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്തുള്ള പ്രചരണങ്ങൾ ശക്തമാവുന്നുണ്ട് എന്നൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ എല്ലാവരുടെയും പിന്തുണ തേടുമ്പോൾ അതിൽ നിന്ന് ആർക്കും വിട്ടുനിൽക്കാൻ കഴിയുകയില്ല. അത് തീർച്ചയായിട്ടും അവരുടെ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം തീർക്കും. അങ്ങനെ ക്രമേണ ജനങ്ങളിൽ ബോധവൽക്കരണം കൊണ്ടുവന്ന് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ജില്ലാ ഭരണകൂടം പങ്കുവച്ചിട്ടുള്ളത്. അനുമോദയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ ശാസ്ത്രീയത സംബന്ധിച്ച് നമുക്കറിയാം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. എന്നിട്ടും ജനങ്ങൾക്കിടയിൽ ഇത് പ്രചരിക്കുന്നത് വലിയ തോതിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും കാര്യമായ പ്രതികരണത്തിന് വരാതിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അനുമോദ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുടെയൊക്കെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അവരാരും കൃത്യമായി ഇതിനുള്ള മറുപടി നൽകിയില്ല. അതിൽ പല ഘടകങ്ങളുണ്ടാകാം ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ സമയത്താണ് ജില്ലാ ഭരണകൂടം ആർജവത്തോടെ മുന്നോട്ട് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്.
തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടത്തിന്റെ ഇനീഷ്യേറ്റീവ് ഒരുപക്ഷെ ഇനി സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ മേഖലയിലുള്ളവരുടെ ഒരു പ്രതികരണത്തിന് സാഹചര്യങ്ങൾ നിർബന്ധിതമാക്കുന്നതായിരിക്കും. ഒരുപക്ഷെ അവർ കൂടി ഇതിൽ സഹകരിക്കേണ്ടത്, മിണ്ടാതിരിക്കുന്നതിൽ കാര്യമില്ല എന്നത്. അതായത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രം വിചാരിച്ച് വായടച്ചിരുന്നാൽ ഒരുപക്ഷെ സമൂഹത്തോടുള്ള ആ ബാധ്യത അത് അവർക്ക് നിറവേറ്റാനാവില്ല. വോട്ട് ചെയ്യും അല്ലെങ്കിൽ വോട്ട് നഷ്ടമാവുമെന്ന് വിചാരിച്ച് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ അത്തരത്തിലൊരു ധൈര്യം രാഷ്ട്രീയ സംഘടനകളിലൂടെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മറ്റു വിഷയങ്ങളിലൊക്കെ പ്രതികരണം തേടുമ്പോൾ ലഭിക്കുന്നത് പോലത്തെ ഒരു പ്രതികരണമല്ല, റെസ്പോൺസ് അല്ല ഈ ഒരു വിഷയത്തിൽ എല്ലായിടത്തും ലഭിച്ചിട്ടുള്ളത്. ഒരു വസ്തുത തന്നെയാണ്. പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന നേതാക്കൾ പോലും ഇപ്പോൾ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കണമെന്നില്ല. കാരണം നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പലവട്ടം അവരോട് ചോദിച്ചതുകൊണ്ട് അവരതിന്ന് തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുക ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് നേതൃത്വങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ഒരു വാർത്താക്കുറിപ്പായിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ കുറിപ്പൊക്കെ ആയിട്ടോ എങ്കിലും അവർ അത്തരത്തിലുള്ളൊരു ഇതിനോട് അനുകൂലമായൊരു സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ പറയുന്ന വോട്ട് ബാങ്കിനപ്പുറം സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട് എന്നെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേനെ. അതിനുപോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. ഇനിയിപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ ഒരു ഉദ്യമം അതിന് മതസംഘടനകൾ കൂടി പിന്തുണയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നിലപാട് മാറ്റാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായേക്കും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വീട്ടിലെ പ്രസവം എന്ന വലിയൊരു വിപത്തിനെതിരെ ജില്ലാ ഭരണകൂടം ഉണരുന്നു, അവർ ബോധവൽക്കരണത്തിന് ഇറങ്ങുന്നു എന്നത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത മുനമ്പം ഭൂമി കേസുമായി ബന്ധപ്പെട്ടാണ്. മുനമ്പം ഭൂമി കേസിൽ നിർണായക വഴിത്തിരിവ് 1954 വഖഫ് ആക്ട് നിലവിൽ വന്ന ശേഷം ഫറൂഖ് കോളേജ് ഉടമസ്ഥതയിലുള്ള ഭൂമി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തി. വിൽപ്പന വിലയ്ക്ക് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിക്കല്ലേ എന്നും ട്രൈബ്യൂണൽ ചോദിച്ചു. 1923 മുസൽമാൻ വഖഫ് ആക്ടിന് ശേഷം വഖഫ് ഭൂമിയുടെ നിർവചനങ്ങൾ, ക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിർണായകമായ ചട്ടങ്ങൾ നിലവിൽ വന്നത് 1953 വഖഫ് ആക്ട് പ്രകാരമാണ്. നിയമം നിലവിൽ വന്ന് 3 മാസത്തിനുള്ളിൽ വഖഫ് ഭൂമികൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ചട്ടം. എന്നാൽ മുനമ്പം ഭൂമി ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് വഖഫ് ബോർഡ് ട്രൈബ്യൂണലിനെ അറിയിച്ചു. ഭൂമി വിൽപ്പനകൾ കഴിഞ്ഞ ശേഷം 2019 ഭൂമി വഖഫ് രജിസ്റ്ററിൽ ചേർത്ത് ഏറ്റെടുത്തത്. വഖഫ് രജിസ്റ്ററിൽ ചേർക്കും മുമ്പ് നടത്തിയ ഭൂമി വിൽപ്പന 1954 നിയമപ്രകാരം സാധുവല്ലേ എന്ന് ട്രൈബ്യൂണൽ ചോദിച്ചു. ഇക്കാര്യത്തിൽ വഖഫ് ബോർഡും കക്ഷികളും വാദങ്ങൾ നൽകാൻ ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടു. 1988, 1990 വർഷങ്ങളിലായി 220 പേർക്ക് ഭൂമി വിറ്റിട്ടുണ്ടെന്ന് ഫറൂഖ് കോളേജ് വഖഫ് ട്രൈബ്യൂണലിനെ അറിയിച്ചു. ഇതിൽ കൂടുതൽ കൈവശക്കാർ ഭൂമിയുടെ അവകാശമായി മുന്നോട്ട് വരുന്നതിനെ കുറിച്ച് കോളേജിന് വ്യക്തതയില്ല. ഭൂമിയുടെ മറിച്ചു വിൽപ്പനയും കയ്യേറ്റങ്ങളും നടന്നിരിക്കാമെന്നും അസോസിയേഷൻ ട്രൈബ്യൂണലിനെ അറിയിച്ചു. അവധിക്ക് ശേഷം ഇനി 21 കേസ് പരിഗണിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജാതിമത ഭേദമന്യേ മതേതര വിശ്വാസികളെ അണിനിരത്തി പ്രതിഷേധ റാലി നടത്തി. ചേന്ദമംഗല്ലൂർ മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലി അബൂബക്കർ ഫൈസി മലയമ്മ ഉദ്ഘാടനം ചെയ്തു. ചേന്ദമംഗല്ലൂർ പ്രദേശത്തെ 12 പള്ളി കമ്മിറ്റികളുടെ ഐക്യവേദിയായ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയായി പ്രതിഷേധ റാലി നടത്തിയത്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം നടന്ന പ്രതിഷേധ റാലിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റ് പൗരപ്രമുഖരും അണിനിരന്നു. പൊറ്റശ്ശേരി, വെസ്റ്റ് ചേന്ദമംഗല്ലൂർ, നോർത്ത് ചേന്ദമംഗല്ലൂർ, പുൽപ്പറമ്പ്, ഈസ്റ്റ് ചേന്ദമംഗല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെട്ട വിവിധ റാലികൾ ചേന്ദമംഗല്ലൂർ BP മൊയ്തീൻ സ്ക്വയറിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന സമാപന പരിപാടി അബൂബക്കർ ഫൈസി മലയമ്മ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ വഖഫ് ബില്ല് പാസായെങ്കിലും ബില്ലിനെ കുറിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും നടന്ന ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നതാണെന്ന് അബൂബക്കർ ഫൈസി മലയമ്മ പറഞ്ഞു. മതമുള്ളവർക്കത് പറയാൻ, മതരഹിതർക്കും മതസഹിതർക്കും അവരുടെ ആശയങ്ങളെ പറയാനും പ്രചരിപ്പിക്കാനും ജീവിക്കാനും ആചരിക്കാനും മൗലികമായി അവകാശമുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ സംഘപരിവാർ അധികാരത്തിൽ വന്ന് ക്രമേണ പലപ്പോഴും വിശിഷ്യ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെയും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും അവകാശങ്ങളെയും അവരുടെ പൗരത്വത്തെ പോലും നിഷേധിച്ചും തട്ടിയെടുത്തുമുള്ള അതിഭീകരമായ നിയമനിർമ്മാണങ്ങളുമായിട്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ചടങ്ങിൽ ഒതേമംഗലം മസ്ജിദ് വൈസ് പ്രസിഡന്റ് സുബൈർ കൊടപ്പന, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സാലിഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 ചേന്ദമംഗല്ലൂർ.
ന്യൂനപക്ഷ അവകാശം ഹനിക്കുന്ന വിവാദ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ CPI ഇന്ന് ദേശവ്യാപക പ്രതിഷേധ ദിനം ആചരിക്കും. ഭേദഗതി നിയമത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ സംയുക്ത പാർലമെന്ററി സമിതി അംഗങ്ങളുടെ അഭിപ്രായം മുഖവിലയ്ക്കെടുക്കാതെ നിയമം പാസാക്കിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. രാജ്യത്തെ എല്ലാ CPI ഘടകങ്ങളും പ്രതിഷേധ ദിനം ആചരിക്കും. നേരത്തെ പറഞ്ഞപ്പോൾ സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ രാത്രിയിലും പുലർച്ചെയുമായി ശക്തമായ മഴ കിട്ടി. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ കിട്ടുമെന്നാണ് മുന്നറിയിപ്പ്. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആജ്ഞയിലേക്കും BV അരുണിലേക്കും നമുക്കൊന്ന് പോകണം. ആദ്യം അരുണിലേക്ക്. അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്തെ വിവരങ്ങളുമായി ചേരണം. തിരുവനന്തപുരത്ത് അരുൺ, ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. ഇന്നലെ ഏതാണ്ട് 12 മണിക്ക് ശേഷം ശക്തമായ മഴ പെയ്തു. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഈ മഴ തുടരുമെന്ന് തന്നെയാണോ? ഇപ്പോഴും മഴ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും KSDMAയുടെയും ദുരന്തമാന അതോറിറ്റിയുടെയും ഒക്കെ അലർട്ട് വന്നത് 4:45 അതിൽ പറയുന്നത് അടുത്ത 3 മണിക്കൂർ, അതായത് ഏതാണ്ട് 8 മണിവരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. ഒപ്പം കാറ്റും ഉണ്ട്. ശക്തമായ ഇടിമിന്നൽ രാവിലെ മുതൽ തിരുവനന്തപുരത്തുണ്ട്. മഴയുമുണ്ട്. മഴ നേരത്തെ കുറച്ചു നേരം വലിയ ശക്തമായി പെയ്തില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും മഴ ശക്തമാവുകയാണ്, ഉറയ്ക്കുകയാണ്. വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണുള്ളത്. താഴ്ന്ന പ്രദേശങ്ങൾ പതിവ് പോലെ വെള്ളത്തിലായി. പക്ഷെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഒരിടത്തും വെള്ളക്കെട്ടില്ല. എങ്കിലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ചൂടിൽ വലിയൊരു ആശ്വാസമായെന്ന് വേണമെങ്കിൽ പറയാം. കടുത്ത ചൂടായിരുന്നു, കടുത്ത ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതിനൊരു ആശ്വാസമായി തന്നെയാണ് ഈ മഴ പെയ്യുന്നത് എന്ന് പറയണം. പക്ഷേ അതിശക്തമായ മഴയാണ്. മഴ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ള ചെറിയ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. കാരണം മഴ നേരത്തെ കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല. കേരളത്തിൽ എപ്പോൾ മഴയുണ്ടായാലും അത് വലിയൊരു ആശങ്ക കൂടിയായി മാറുകയാണ്. കേരളത്തിൽ തലസ്ഥാനത്തും വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങളും ആശങ്കയിലാണ്. ഏതായാലും ഇപ്പോൾ മഴ അത്ര ശക്തമല്ല എങ്കിൽ പോലും മഴ തലസ്ഥാന നഗരത്തിൽ, ഞാനുള്ളത് സ്റ്റാച്യൂവിലാണ്, സ്റ്റാച്യൂവിലുമൊക്കെ മഴ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. രഞ്ജിത്ത്, നമുക്കറിയാം മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് തലസ്ഥാനം. ഇപ്പോൾ ഈ അപ്രതീക്ഷിതമായി പെയ്ത മഴ പല മേഖലകളിലും ദുരിതമുണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇന്ന് രാവിലെ ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ വന്ന പല നമ്മുടെ കൊളീഗ്സും പറയുകയായിരുന്നു, വെള്ളക്കെട്ടാണ് പലയിടത്തും. മാലിന്യത്തിൻ്റെ വല്ലാത്ത തോതിലുള്ള ഒഴുക്ക് പല മേഖലകളിലും, ദുർഗന്ധമൊക്കെയുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകും നഗരവാസികളെ. തീർച്ചയായിട്ടും വേനൽ മഴയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം മഴക്കാല തൊട്ട് മുമ്പാണ് സാധാരണ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. ഈ വേനൽ മഴയ്ക്ക് സാധാരണ അത്തരം ഒരു ശുചീകരണം നടക്കാറില്ല. വേനൽ മഴ അപ്രതീക്ഷിതമായി ലഭിക്കുന്നതുമാണ്, പെട്ടെന്നുണ്ടാകുന്ന മഴയാണ്. സാധാരണഗതിയിൽ വേനൽ മഴ ഉച്ചയ്ക്ക് ശേഷം, അതൊരു 4 മണിക്കോ 3 മണിക്കോ ഒക്കെ ശേഷം ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട മഴയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്, ഇടിമിന്നലോട് കൂടിയ മഴ. പക്ഷേ ഇപ്പോൾ രാത്രി തന്നെ ശക്തമായ മഴയുണ്ടാകുന്നു. തീർച്ചയായിട്ടും തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നം എപ്പോഴത്തെ പോലെയും ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മാലിന്യ നീക്കം എങ്ങനെ നടക്കുന്നു എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. പലപ്പോഴും ഈ മാലിന്യങ്ങൾ ശേഖരിച്ചു വെച്ച് അത് പിന്നീട് ഒന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് പതിവ്. ആ മാലിന്യങ്ങൾ പലയിടത്തും, ഞാൻ വരുന്ന വഴിക്കും സൂചിപ്പിച്ച പോലെ പലയിടത്തും മാലിന്യങ്ങൾ റോഡിലേക്ക് തള്ളപ്പെട്ട അവസ്ഥയിൽ വീപ്പകളിലാണ് പലയിടത്തും ശേഖരിച്ചു. അതൊക്കെ തന്നെ മറിഞ്ഞു വീണ് കിടക്കുന്ന അവസ്ഥയുമുണ്ട്. അതും ഈ വെള്ളക്കെട്ട് കൂടി ആകുമ്പോൾ നഗരവാസികൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ചെറിയ മഴയിൽ പോലും കഴിഞ്ഞ വർഷവും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അത് ഈ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും മഴ അത്ര ശക്തമായി ഈ സമയത്തില്ല. പക്ഷേ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു. അതിന്റേതായ ബുദ്ധിമുട്ടുകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. തീർച്ചയായും മഴ അതിശക്തമായി പെയ്യുകയാണ് സംസ്ഥാനത്തുടനീളം. 15-ാം തീയതി വരെ ഇത്തരത്തിൽ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പല ജില്ലകളിലും അലർട്ടുകൾ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് വേനൽ മഴയായി കൂടി, നമുക്ക് അരുൺ പറഞ്ഞ പോലെ വേനൽ മഴ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട മഴ, കുറച്ച് സമയം മാത്രം നിൽക്കുന്ന മഴയാണ്. ഇതിപ്പോൾ അതിശക്തമാണ് മഴ. വലിയ തോതിൽ വെള്ളക്കെട്ട് സംഭവിക്കുന്നുണ്ട്. ശക്തമായി തന്നെ മഴ ഇന്നലെ രാത്രി മുഴുവൻ പെയ്ത ഒരു നഗരം കൂടിയാണ് തലസ്ഥാനം. നമുക്ക് കൊച്ചിയിലേക്കൊന്ന് പോകണം, മധ്യ കേരളത്തിലേക്കൊന്ന് പോകണം. അവിടെ ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, മഴ കാര്യമായി ഉണ്ടോ എറണാകുളം ഭാഗത്ത്? ഇന്നലെ രാത്രി മുഴുവൻ നിർത്താതെ പെയ്തിരുന്നു. വലിയ മഴ തന്നെയായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് ഒരു 5 മണിയോടുകൂടി എന്തായാലും മഴ ശമിച്ച മട്ടാണ്. പക്ഷേ
രാത്രി എനിക്ക് തോന്നുന്നത് ഒരു 12 മണിയോടെ തുടങ്ങിയ മഴയാണ്. ഒരു 3:30 വരെ എന്തായാലും അതിങ്ങനെ 3:30, 4 മണിയോടെ വരെ നിർത്താതെ പെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനുള്ള ഒരുക്കങ്ങളൊന്നും ആയില്ല. കാരണം ഇത് വേനൽ മഴയാണ്. പിന്നെ പലയിടത്തും റോഡ് പണികൾ നടക്കുകയാണ്. പലയിടത്തും റോഡ് കുഴിച്ചിട്ടിരിക്കുന്നുണ്ട്. പൈപ്പുകൾ, അതായത് വാട്ടർ പൈപ്പുകൾ മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം റോഡ് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ കുണ്ടും കുഴിയുമായി കിടക്കുന്ന സാഹചര്യമാണ്. അത് ഈ സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ കൊച്ചി ഒന്നാമത് ശുചീകരണം നടത്തിയിട്ടില്ലാത്ത പ്രശ്നം കൂടി കൊണ്ട് മാലിന്യ പ്രശ്നം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. വെള്ളക്കെട്ട് നുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി പെയ്ത മഴ ഇപ്പോൾ വെള്ളം കൊച്ചിയിലുള്ള ഒരു പ്രത്യേകത, ആ പെയ്യുന്ന സമയത്ത് നിറയെ അല്ലെങ്കിൽ ത്രൂ ഔട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വെള്ളക്കെട്ട് ഉണ്ടാവുക. ഈ പെയ്യുന്ന സമയത്ത് മാത്രം വെള്ളക്കെട്ട് ഉണ്ടാവുക, അത് അല്പസമയം കഴിഞ്ഞ ശേഷം അത് ട്രെയിൻ ഔട്ടായി പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വെള്ളക്കെട്ടെങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റ് ദുരന്തങ്ങളോ അപകടങ്ങളോ അത്രയും തീവ്രമായ മഴ അല്ല പെയ്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചൂട് ശമിക്കാൻ പാകത്തിനുള്ള ഒരു നല്ല മഴയായിരുന്നു ഇന്നലെ ലഭിച്ചത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടില്ല കൊച്ചിയുടെ ഭാഗത്തു നിന്നും. രഞ്ജിത്ത്, ഈ കൊച്ചിയിൽ, എറണാകുളം ജില്ലയിലല്ലാതെ മറ്റു മേഖലകൾ, മധ്യ കേരളത്തിലെ മറ്റു മേഖലകൾ, ഇടുക്കിയിലും ആലപ്പുഴയിലും മറ്റുമുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ഒരുപാടുള്ള പ്രദേശങ്ങളുണ്ട് മധ്യ കേരളത്തിൽ. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും ആലപ്പുഴയിലും ഒക്കെ പത്തനംതിട്ടയിലും ഒക്കെ മഴയുടെ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു രഞ്ജിത്ത്. അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു മലയോര പ്രദേശങ്ങളിൽ മഴ പെയ്തതല്ലാതെ അവിടെ ദുരന്തങ്ങളോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ മരം വീണതായിട്ടോ ഉള്ള സംഭവങ്ങളൊന്നും, ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, മരങ്ങൾ വീണതായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. പക്ഷേ അതൊരു തീവ്രമായി മഴ പെയ്തത് കൊണ്ട് തീവ്രമായി ആളുകളെ ബാധിക്കുകയോ ഗതാഗതത്തെ ബാധിക്കുകയോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഇനി അപ്ഡേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് കൊച്ചിയിൽ ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴ ഒരു 3:30, 4 മണിയോടെ വരെ നിന്നു. അതിനുശേഷം മഴ പെയ്തിട്ടില്ല. പക്ഷേ ഒരു അത്രയും സമയം പെയ്ത മഴയുടെ ഇൻറ്റൻസിറ്റി വലിയ തോതിലായിരുന്നു. നല്ല മഴയായിരുന്നു. അതായത് ത്രൂ ഔട്ട് ഒരു 12 മണി മുതൽ 11:30, 12 മണി മുതൽ ഈ 3, 3:30 വരെ നിന്ന് പെയ്യുന്ന മഴ തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും അതൊരു ഈ ഒരു പകൽ സമയത്താണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ അത്തരം മഴകളൊക്കെ കൊച്ചിയിൽ വലിയ വെള്ളക്കെട്ടിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം. പക്ഷേ ഇപ്പോൾ മഴ ശമിച്ചിട്ട് 3 മണിക്കൂറിനും അടുത്താകുന്നുണ്ട്. അപ്പോൾ തന്നെ അത് വെള്ളം എല്ലാം ഡ്രെയിൻ ഔട്ടായി പോയിരുന്ന സാഹചര്യം കൂടിയാണുള്ളത്. എന്തായാലും മഴ ഉണ്ട്, മഴ മുന്നറിയിപ്പുമുണ്ട്. ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിലും അത്രയും ശക്തമായ മഴ പെയ്തേക്കാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ശക്തമായ മഴ പെയ്തു. ഇന്നലെ രാത്രി പെയ്തൊഴിഞ്ഞു. തിരുവനന്തപുരത്ത് പക്ഷേ മഴ വീണ്ടും ഉണ്ടാകുന്നുണ്ട് എന്ന വിവരം കൂടി BB അരുൺ നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നാളെ മുതൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് കൂടി മുന്നറിയിപ്പുണ്ട്. കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരത്താണ് മുന്നറിയിപ്പ്. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ മറ്റന്നാൾ രാവിലെ 11:30 വരെയാണ് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാവിലെ ഇനിയും ഒരുപാട് വാർത്തകളുണ്ട്. നമുക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും.
ലഹരിക്ക് അടിമയാകാതിരിക്കൂ. സ്വതന്ത്ര വയനാട് പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങും. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമി ഇന്നലെ സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഹൈക്കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകമായിരുന്നു ഏറ്റെടുക്കൽ. കളക്ടറും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം എസ്റ്റേറ്റിലെത്തി ബോർഡ് സ്ഥാപിച്ചു. ഔദ്യോഗികമായി സർക്കാർ ഭൂമി എന്ന ബോർഡ് വെക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 17 കോടി രൂപ സർക്കാർ കോടതിയിൽ കെട്ടിവെക്കുകയും ചെയ്തു. എസ്റ്റേറ്റ് ഉടമകൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി വളരെ വേഗത്തിലാക്കിയത്. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും അഭിഭാഷകരുമായുള്ള സംഘർഷത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. ഇരുവിഭാഗവും പരാതി നൽകിയിരുന്നു. ക്യാമ്പസിലേക്ക് കുപ്പിയെറിഞ്ഞതിൽ കോളേജ് പ്രിൻസിപ്പളും പരാതി നൽകി. ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് അഭിഭാഷകരുടെ ബാർ അസോസിയേഷൻ യോഗത്തിനിടെ വലിയ സംഘർഷമുണ്ടാവുകയും പരസ്പരം തല്ലുപിടിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായത്. ഇരുകൂട്ടർക്കും പരാതിയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ പരാതികളിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, മഹാരാജാസ് കോളേജിലേക്ക് കുപ്പി എറിഞ്ഞു എന്നുള്ള തർക്കത്തിലാണ് ആക്ച്വലി സംഘർഷം തുടങ്ങുന്നത്. അത് പിന്നീട് അഭിഭാഷകരും അവിടുത്തെ വിദ്യാർത്ഥികളും തമ്മിൽ ശക്തമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അത് മാത്രമല്ല, പരാതി പറയുമ്പോൾ എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ വെച്ചിട്ടാണ് പിന്നീട് ഈ അഭിഭാഷകരും കുട്ടികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 12 വിദ്യാർത്ഥികൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പരുക്കുള്ളത്. 8 അഭിഭാഷകരും അതുപോലെ 2 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള, സ്ത്രീകൾക്ക് നേരെ കയ്യേറ്റം ചെയ്യൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ ബിയർ ബോട്ടിലും കമ്പിവടികളും ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. പക്ഷേ പ്രശ്നം ഉണ്ടാക്കിയത് വിദ്യാർത്ഥികളാണ് എന്നാണ് അഭിഭാഷകർ ആരോപിക്കുന്നത്. എന്തായാലും ബാർ കൗൺസിൽ പരിപാടി കഴിഞ്ഞിറങ്ങിയ ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അഭിഭാഷകരുടെ വൈദ്യപരിശോധന നടത്തണമെന്ന ആവശ്യം അംഗീകരിച്ചിട്ടില്ല എന്നൊരു പരാതി കൂടി അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഇന്നലെ വൈകുന്നേരം ഇത്രയും ഒരു ബിയർ ബോട്ടിൽ എറിഞ്ഞതുമായുള്ള സംഭവം വലിയ സംഘർഷത്തിലേക്കാണ് കലാശിച്ചിട്ടുള്ളത്. അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ആക്രമണത്തിനുള്ള സാധ്യത ഉണ്ടാക്കിയത്, സംഘർഷത്തിനുള്ള സാധ്യത ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അവരുടെ പരാതി. 12 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. 10 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതാണ് സാഹചര്യം. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് അഭിഭാഷകരും വിദ്യാർത്ഥികളും ഏറ്റുമുട്ടിയതും പരസ്പരം ഈ പറഞ്ഞതുപോലെ പരാതിയുമായി രംഗത്ത് വരുന്നതുമൊക്കെ വലിയ സംഘർഷമായിരുന്നു സംഭവിച്ചത്. മിനിഞ്ഞാന്ന് രാത്രിയിലാണ് ബാർ അസോസിയേഷന്റെ യോഗത്തിന് ശേഷം അതിനിടയിലേക്ക് വിദ്യാർത്ഥികൾ നുഴഞ്ഞു കയറിയെന്നാണ് അഭിഭാഷകരുടെ പരാതി. അതേസമയം വിദ്യാർത്ഥികളുടെ പെരുമാറ്റമാണ് പ്രശ്നമായത് എന്ന് അഭിഭാഷകരും ആരോപിക്കുന്നു. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വേതന വർധനവടക്കം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കുന്നു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് പൗരസാഗരം നടക്കും. സാംസ്കാരിക നായകരും ചലച്ചിത്ര താരങ്ങളും പങ്കെടുക്കും. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാരിന്റെ മനോഭാവം എന്താണെന്ന് നമുക്കറിയാം. ഈ വലിയ മഴയത്തും അവർ സമരം തുടരുകയാണ്. ഇപ്പോൾ ഒരു തരത്തിലുമുള്ള ആശയം അവർക്കില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാകും അവരുടെ ആവശ്യങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എന്താണ് പുതിയ നീക്കം അവരുടെ? പൗരസാഗരം എന്ന പേരിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിലെ ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10,000-കണക്കിന് ആളുകൾ ഇന്നത്തെ പൗരസാഗരത്തിൽ പങ്കെടുക്കുമെന്നാണ് ആശാ നേതാക്കളുടെ അവകാശവാദം. ആശാവർക്കർമാർ, കുടുംബാംഗങ്ങൾ, സമരത്തെ പിന്തുണയ്ക്കുന്ന വിവിധ സംഘടനകൾ, അത് രാഷ്ട്രീയ സംഘടനകളുമൊക്കെ ഉണ്ടാകും തുടങ്ങി വിവിധ മേഖലയിൽ നിന്നുള്ള ഒരു സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെ ഈ സമരത്തിലേക്ക് ഒഴുകിയെത്തുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരും ചലച്ചിത്ര രംഗത്തുള്ളവരുമൊക്കെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് ഈ സമരവേദിയിലേക്ക് എത്തുമെന്നാണ് ആശാപ്രവർത്തകർ പറയുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ദിവസത്തെ അവർ കാണുന്നത്. കാരണം ഈ നേരത്തെയുള്ള പിന്തുണകൾക്കപ്പുറത്തേക്ക് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ കൂടി ഇന്ന് സമരത്തിന്റെ ഭാഗമാകും. പലരും നേരത്തെ വീഡിയോ സന്ദേശമായും അതുപോലെ തന്നെ വാർത്താക്കുറിപ്പായും ഒക്കെ അവർക്കുള്ള പിന്തുണ പ്രഖ്യാപിച്ചതാണ്. മറിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അനുകൂല നീക്കവും ഉണ്ടാകുന്നില്ല. സമരക്കാർ
നിലപാട് പ്രഖ്യാപിക്കട്ടെ, സമരം തീർക്കണമെന്ന ആഗ്രഹം അവർ കൂടി പ്രകടിപ്പിക്കട്ടെ. അപ്പോൾ മാത്രമേ ഈ സമരം അവസാനിക്കൂ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സമരക്കാരോട് വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ഈ സമരരംഗത്തുണ്ടെങ്കിൽ ഉള്ളതെങ്കിൽ പോലും അവരുടെ അനുഭാവപൂർണ്ണമായ നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കും. ഓണനേരം വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ, കേന്ദ്രം നൽകാനുള്ള കുടിശ്ശികയെങ്കിലും നൽകിയാൽ ഓണനേരം വർദ്ധിപ്പിക്കാമെന്നാണ് സർക്കാർ നിലപാട്. പക്ഷേ അതിനുള്ള നീക്കവും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതാണ് ശരിയായ പ്രയോഗം. ആശയറ്റാണ് ആശമാർ ഇപ്പോൾ സമരം ചെയ്യുന്നത്. സമരം തീർക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊന്നും ഈ സമരം തീർക്കാനുള്ള വഴികൾ തുറന്നിടുന്നില്ല. സമരക്കാരാകട്ടെ തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നുമില്ല. രഞ്ജിത്ത്, ഈ ഇന്നത്തെ സമരം പൗരസാഗരം, ഈ സമരത്തിൽ ആരോട് ആരുടെയൊക്കെ പങ്കാളിത്തമാണ് അവർ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ ദിവസം സിനിമാ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സർക്കാർ പൂർണ്ണമായും തള്ളുമ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങൾ തുടരുമ്പോഴും ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. INTUC ചില ഇതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഈ സമരത്തെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ ഇവർക്കൊപ്പം പൂർണ്ണമായും നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെ, ഏത് തരത്തിലുള്ള പിന്തുണ ഇവർ പ്രതീക്ഷിക്കുന്നു? ഈ സാംസ്കാരിക രംഗത്തെ ആളുകളാണ് പ്രധാനമായും. സിനിമാ മേഖലയിലെ ചില താരങ്ങളും ഒക്കെ അവർക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട്. അത്തരമൊരു പിന്തുണ തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ തീരുമാനിക്കുന്നതിലും അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിലുമൊക്കെ ഈ പൊതു അഭിപ്രായ രൂപീകരണത്തിലുമൊക്കെ സാംസ്കാരിക രംഗത്തെയും സിനിമാ രംഗത്തെയും ആളുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ കൂടിയാകുമ്പോൾ ഈ സമരത്തിന് കുറച്ചുകൂടി ശക്തി വരും. അത് സർക്കാരിനെ ഏതെങ്കിലും വിധത്തിൽ സമരം അവസാനിപ്പിക്കാനുള്ള പ്രചോദനമാകുമോ എന്ന പ്രതീക്ഷയാണ് സമരക്കാർക്കുള്ളത്. അതുകൊണ്ടാണ് അവർ അത്തരം ആളുകളുടെ പിന്തുണ തേടുന്നത്. നേരത്തെയും അത്തരം നിരവധി പേർ ഈ പിന്തുണയുമായി എത്തിയിരുന്നു. പലരും വീഡിയോ സന്ദേശമായും വാർത്താക്കുറിപ്പായും ഒക്കെ ഇവർക്ക് പിന്തുണ അർപ്പിച്ചു. ചിലരൊക്കെ ഈ സമരവേദിയിൽ വന്നു തന്നെ പിന്തുണ നൽകിയിട്ടുമുണ്ട്. പല രംഗങ്ങളിലുള്ള ആളുകളുണ്ട്. അത് സാധാരണക്കാർ മുതൽ പ്രധാനപ്പെട്ട വ്യക്തികൾ വരെ. ഇന്നലെ ഈ സന്തോഷ് ചിക്കാനം പോലുള്ള ആളുകൾ ഈ സമരത്തെ അനുകൂലിച്ച് രംഗത്തെത്തി. സാറാ ജോസഫിനെ പോലുള്ള പ്രധാനികളുണ്ട്. കെ സച്ചിദാനന്ദൻ, സാറാ ജോസഫ്, MN കാരശ്ശേരി, ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ്. അദ്ദേഹം വളരെ തുടക്കം മുതൽ തന്നെ ഈ സമരത്തെ അനുകൂലിക്കുന്ന ഒരു മത നേതാവാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ജസ്റ്റിസ് PK ഷംസുദ്ദീനും B രാജീവനും ഖദീജ മുംതാസ്, റഫീഖ് അഹമ്മദ് തുടങ്ങി പല ആളുകൾ, കൽപ്പറ്റ നാരായണൻ, ജോയ് മാത്യു തുടങ്ങി പല ആളുകൾ, സലിംകുമാറിനെ പോലുള്ള ആളുകളും UK കുമാരനുമൊക്കെ VP സുഹറയുമൊക്കെ പലപ്പോഴും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അവരിൽ പലരും ഇന്നത്തെ ഈ പൗരസാഗരത്തിലും എത്തുമെന്ന പ്രതീക്ഷയാണ് സമരസമിതിക്കുള്ളത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ സമരം മുന്നോട്ട് പോകുന്നതെങ്കിലും അവർക്ക് ആശ്വാസകരമായ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു വാർത്തയിലേക്ക്. മുന്നണികൾക്ക് വെല്ലുവിളിയുമായി രാഷ്ട്രീയ മുന്നേറ്റത്തിന് തയ്യാറെടുത്ത് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമാക്കിയാണ് സംസ്ഥാനത്തെ ദളിത് സംഘടനകൾ ഒന്നിക്കുന്നത്. മെയ് 3 കോട്ടയത്ത് ചേരുന്ന സംഘടനകളുടെ സംയുക്ത യോഗത്തിന് ശേഷം രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുമെന്ന് SC/ST സംയുക്ത സമിതി ചെയർമാൻ L രമേശ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അധികാരത്തിൽ തുല്യ പങ്കാളിത്തമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ 72 ദളിത് സംഘടനകൾ സംയുക്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് തയ്യാറെടുക്കുന്നത്. ഒരു മുന്നണിയോടും പ്രത്യേക താൽപര്യമില്ലെന്നും അധികാര പദവികൾ തന്നെയാണ് ലക്ഷ്യമെന്നും SC/ST സംയുക്ത സമിതി ചെയർമാൻ L രമേശ്. കേരളത്തിൽ ഞങ്ങൾ 50 ലക്ഷത്തിന് മുകളിൽ ആളുകളുണ്ട് കേരളത്തിൽ. ഈ ആളുകൾക്കാണ് ഈ നീതി ലഭിക്കാത്തത്. ഞങ്ങളൊരു നിർണായക ശക്തിയാണ് കേരളത്തിൽ. അപ്പോൾ ആ ശക്തിയെയും കൂട്ടായ്മയും ഒരുമിച്ച് കൊണ്ടുവന്നതിനുള്ള വലിയ പോരാട്ടമാണ് ഞങ്ങളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 10-200 ജില്ലയിലും കോർപ്പറേഷനുണ്ട്. സംവരണം പോലെ പട്ടികജാതി വികസന കോർപ്പറേഷൻ മാത്രം ഒരെണ്ണം കൊടുക്കും. വേറെ ഒരു കോർപ്പറേഷനിലും ഈ ഭാഗത്ത് പരിഗണിക്കില്ല. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും അദ്ദേഹം പരോക്ഷ വിമർശനം ഉന്നയിച്ചു. ദളിത് കോൺക്ലേവ് നടത്തിയത് കൊണ്ട് മാത്രമായില്ലെന്നും പാർട്ടി പുനഃസംഘടനയിലും ദളിത് വിഭാഗങ്ങൾക്ക് അർഹമായ പരിഗണന നൽകാൻ നേതൃത്വം തയ്യാറാകണമെന്നും വിമർശനം. കോൺക്ലേവ് സംഘടിപ്പിച്ച ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിര ഒന്ന് പരിശോധിക്കാം. ഒരു ബ്ലോക്ക് പ്രസിഡന്റ് പോലും 282 ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ ഒരു പട്ടികജാതിക്കാരനെ പോലും പരിഗണിച്ചില്ല. ജില്ലാതലത്തിലോ സ്റ്റേറ്റ് തലത്തിലോ ഈ പട്ടികജാതി വിഭാഗത്തെ പരിഗണിക്കുന്ന കാര്യം ചുരുക്കമാണ്. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 15% വരുന്ന ദളിത് വിഭാഗങ്ങൾ പാർട്ടി രൂപീകരണത്തിന്റെ പേരിൽ കൈകോർത്താൽ
മുന്നണികൾക്ക് ചങ്കിടിപ്പുണ്ടാക്കുന്ന സമ്മർദ്ദശക്തിയായി അത് മാറുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ. വരുന്ന 27-ന് തൃശൂരിലും മെയ് 3-ന് കോട്ടയത്തും ചേരുന്ന സംയുക്ത സമ്മേളനങ്ങൾക്ക് പിന്നാലെ പാർട്ടി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വിഷയത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും നിലപാടുകളെ തള്ളുന്നതായിരുന്നു പിണറായിയുടെ വാക്കുകൾ. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി അതിന്റെ 30ാം വാർഷികം ആഘോഷിച്ചത്. അതിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഏപ്രിൽ 5-ന് നടത്തിയ വിവാദ മലപ്പുറം പരാമർശം ഇതായിരുന്നു. ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ ഇതേക്കുറിച്ച് എന്തു പ്രതികരിക്കുമെന്നതായിരുന്നു മുഖ്യ കൗതുകം. വെള്ളാപ്പള്ളിക്കൊപ്പമാണ് തന്റെ നിലപാടെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മുഖ്യമന്ത്രി വ്യക്തമാക്കി. എല്ലാ കാലത്തും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ച ആളാണ് വെള്ളാപ്പള്ളി. പേരു പറഞ്ഞില്ലെങ്കിലും മുസ്ലിം ലീഗിനെ ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് അവർ വിവാദമാക്കുകയായിരുന്നു. ഇത്തരം പരാമർശം നടത്തുമ്പോൾ വെള്ളാപ്പള്ളി ശ്രദ്ധിക്കണം. കാരണം ഏതിനെയും വക്രീകരിക്കുന്ന കാലമാണിത്, മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ലായിരുന്നു. എല്ലാ കാലത്തും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം. അപ്പോ എന്നാലും ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു. അതാണ് നമ്മുടെ നാട്ടിൽ തിരിച്ചറിയണം, അത് മനസ്സിലാക്കാനാവണം. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നു എന്നുള്ളതുകൊണ്ടല്ല. ഇതാണ് നാട്. എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം, ഏതിനേയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല. ജനങ്ങളുടെ യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി. ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കി മാത്രമാണ് പറയാനുള്ളത്. ഒരേ സമയം പാർട്ടി ജനറൽ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും നിലപാടുകളെ കൂടിയാണ് പിണറായി തള്ളിയത്. മുസ്ലിം വിരുദ്ധത രൂപപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നായിരുന്നു MV ഗോവിന്ദൻ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തോട് പ്രതികരിച്ചത്. തള്ളിക്കളയേണ്ടതെന്നായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. ഇപ്പം ഇറക്കിയ പ്രസ്താവന ഒരു തരത്തിൽ നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല, നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രസ്താവനകളെ അവഗണിക്കാൻ തക്ക പക്വത കേരളീയ സമൂഹത്തിനുണ്ട് എന്നുള്ള ഉറപ്പുകൊണ്ടായിരിക്കും അദ്ദേഹം തന്നെ ഈ പ്രസ്താവന പുറപ്പെടുവിച്ചുണ്ടാകുക. ഞാനിങ്ങനൊന്നും പറഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരുപക്ഷെ അറിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. SNDP യൂണിയന്റെ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ പിണറായി നടത്തിയ പരാമർശത്തിന് തുടർഭരണം കിട്ടുമെന്ന ആശംസയായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി. നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഗണിക്കാനും നടപടികൾ, ആത്മാർത്ഥമായ ഇടപെടലുകൾ അദ്ദേഹം നടത്താറുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 3ാം വട്ടവും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. സർക്കാരിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറിന്റെ വിമർശനം. നവോത്ഥാന നേട്ടങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും പുന്നല ശ്രീകുമാർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ആലപ്പുഴയിലായിരുന്നു KPMSന്റെ പരിപാടി.
പിന്നോക്ക വോട്ടുകൾ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ 2 പരിപാടികളിലാണ് ഇന്നലെ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പങ്കെടുത്തത്. SNDP യൂണിയന്റെയും KPMSന്റെയും. SNDP പരിപാടിയിൽ വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച മുഖ്യമന്ത്രി KPMS വേദിയിൽ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറിന്റെ വിമർശനത്തിന് മറുപടി നൽകി. സ്വാഗത പ്രസംഗത്തിലായിരുന്നു KPMS ജനറൽ സെക്രട്ടറിയുടെ വിമർശനം. സംസ്ഥാനത്ത് അന്ധവിശ്വാസവും അനാചാരവും വ്യാപിക്കുകയാണെന്നും നവോത്ഥാന കാഴ്ചപ്പാടിനെ കൈവിട്ടതാണ് ഇതിന് കാരണമെന്നും പുന്നല ശ്രീകുമാർ. ഞങ്ങൾക്ക് വിനയാന്വിതമായി പറയാനുള്ളത്, നവകേരളം നവോത്ഥാന മൂല്യങ്ങളുടെ അടിത്തറയിലാവണം കേരളത്തിൽ സൃഷ്ടിക്കേണ്ടുന്നത്. അത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മുമ്പെങ്ങും കണ്ടില്ലാത്ത തരത്തിലുള്ള ജീർണതകൾ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം കണ്ടിരുന്ന ആൾക്കൂട്ട വിചാരണയും ദുരഭിമാനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും അന്ധവിശ്വാസവും ആഭിചാര പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ അരങ്ങുവാഴുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഹരിയും. ഇതെല്ലാം പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. പുന്നലയുടെ വിമർശനത്തിന് പേരെടുത്തു പറഞ്ഞുള്ള മറുപടിയോടെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത്. ഇവിടെ KPMS ജനറൽ സെക്രട്ടറി ബഹുമാനായ പുന്നല ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ സ്വാഗത ഭാഷണം നീണ്ടുപോയി എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നീണ്ടുപോയി ഒന്നല്ല അത്. കാരണം സമ്മേളനം നടത്തുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്ക് സംഘടനയുമായും സമ്മേളനവുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായും അവതരിപ്പിക്കാനുണ്ടാവും. അതാണ് അദ്ദേഹം ചെയ്തത്. അതൊരു നീണ്ടുപോകലായി കണക്കാക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ കുറേ പേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും അതേപോലെ ദീർഘമായി സമയമെടുത്താൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാവും. അപ്പോൾ അത് കണക്കാക്കി ഞങ്ങളെല്ലാവരും ഔചിത്യം കാണിച്ച് ഉള്ള ഒരു സമയമെടുക്കാമെന്നാണ് കരുതുന്നത്. സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത നവോത്ഥാന സമിതിയുടെ കൺവീനർ സ്ഥാനത്തു നിന്നും പുന്നല ശ്രീകുമാർ മാറിയതിനെ വിമർശിച്ച മുഖ്യമന്ത്രി അവസരവാദ നിലപാട് ഉണ്ടാകരുതെന്നും ഓർമ്മിപ്പിച്ചു. ശ്രീ പുന്നല നമ്മുടെ ജനങ്ങൾക്കുണ്ടായ എന്തോ ഒരു തെറ്റായ നിലപാടിൻ്റെ ഭാഗമായി വരുന്നതാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എൻ്റെ വിനീതമായ അഭിപ്രായം അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നമ്മുടെ നാട്ടിൽ ഈ ഒരവസ്ഥ മാറണം എന്ന് ചിന്തിക്കുന്നൊരു വിഭാഗം, അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ഗൂഢപ്രവൃത്തികളിലും ഏർപ്പെടുന്ന നില വരുന്നു. അത് നമ്മൾ കാണാതിരിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തിനെതിരെയാണോ നിലപാട് സ്വീകരിക്കേണ്ടത് ആ നിലപാട് കൃത്യമായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലടക്കം പാർട്ടി വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ച പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ഇരു വിഭാഗത്തിന്റെയും പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത്. ന്യൂസ് 18 ആലപ്പുഴ. എരുമേലിയിൽ വീടിന് തീപിടിച്ച് മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. കനകപ്പാലം സ്വദേശി സത്യപാലൻ, ഭാര്യ സീതമ്മ, മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത്. മകളുടെ പ്രണയം അംഗീകരിക്കാതെ വന്നതോടെ സീതമ്മ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണ് സൂചന. ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീത്ത്, ഈ വീട് തീപിടിച്ച് മരിക്കുക, അത് വല്ലാത്ത ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലം കൂടിയാണ്. എന്താണ് ഇതിന് പിന്നിലെന്നാണ് മനസ്സിലാക്കേണ്ടത്? മകളുടെ പ്രണയമാണോ വില്ലനായത്? തീർച്ചയായും അങ്ങനെയാണ് പോലീസ് നൽകുന്ന വിവരം. ഈ വീട്ടിലുണ്ടായിരുന്ന 4 പേരാണ്. ഈ 4 പേരിൽ 3 പേരും മരിക്കുന്ന സാഹചര്യമാണുള്ളത്. മകൻ ഉണ്ണിക്കുട്ടൻ 22 വയസ്സാണുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബേണിംഗ് ICUവിൽ ചികിത്സയിൽ തുടരുകയുമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഈ സംഭവം ഉണ്ടാകുന്നു. ഈ സംഭവ സ്ഥലത്ത് വെച്ച് സീതമ്മ ആദ്യം മരിക്കുന്നുണ്ട്. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് രാത്രിയോട് അടുപ്പിച്ചാണ് അച്ഛനും മകളും അഞ്ജലിയും സത്യപാലനും മരിക്കുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഇന്നലെ അഞ്ജലിക്ക് മറ്റൊരു അടുപ്പം ഉണ്ടായിരുന്നു. ഈ അടുപ്പത്തിൽ ഉള്ള ചെറുപ്പക്കാരനും മറ്റു സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് വിവാഹം കഴിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിൽ വന്നിരുന്നു.
ഇവർ പോയ ശേഷം വലിയ വീട്ടിൽ ഇതിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകുന്നു. അമ്മ ഇതിൽ കനത്ത എതിർപ്പുമായി രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ വീട് വിട്ട് പോകും എന്ന് ഈ അഞ്ജലി പറഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അപ്പോൾ ഈ സീതമ്മ ഈ വീട്ടിൽ മൈക്ക് സെറ്റും മറ്റും വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കുടുംബമാണ്, ജനറേറ്ററും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇന്ധനങ്ങളും പെട്രോൾ പോലെയുള്ള ഇന്ധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു, ഡീസൽ, അങ്ങനെ പലതരത്തിലുള്ള ഇന്ധനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇതൊഴിച്ച് സീതമ്മ ആത്മഹത്യ ചെയ്യുന്നു. തൊട്ടു പിന്നെ ആ തീ പടർന്നാകാം ഇവർക്ക് തീ പിടിച്ചത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. മറ്റുള്ളവരുടെ ദേഹത്തേക്ക് ഇവർ തന്നെ ഒഴിച്ചതാണോ എന്നൊന്നും വ്യക്തമല്ല. കാരണം ഇതിൽ ഈ പ്രധാനപ്പെട്ട മൊഴി നൽകേണ്ടവരെല്ലാവരും മരിക്കുന്ന സാഹചര്യമാണുള്ളത്. വീട്ടിലെ ബഹളം കെട്ട് തീയൊക്കെ കണ്ടുകൊണ്ടാണ് ആളുകൾ ഇതിൽ ഇടപെടുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഉണ്ടാകും. വളരെ ദാരുണമായൊരു സംഭവമാണ് എരുമേലി കനകപ്പലത്ത് ഇന്നലെ ഉണ്ടായത് എന്നുള്ളതാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങൾ പോലീസ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. വിശദമായ അന്വേഷണം തന്നെയാണ് എരുമേലി പോലീസ് ഇക്കാര്യത്തിൽ നടത്തി വരികയും ചെയ്യുന്നത്. രഞ്ജിത്ത്. ശരി. തൊടുപുഴയിലെ വ്യവസായി ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. 1-ാം പ്രതി ജോമോന്റെ ബന്ധു കൂടിയായ ഉപ്പുതറ സ്വദേശി എബിൻ തോമസ് ആണ് പിടിയിലായത്. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. സാഗർ വിവരങ്ങൾ പങ്കുവെക്കും. സാഗർ, ഇയാളുടെ പങ്കാളിത്തം എന്താണ് ഈ കൊലപാതകത്തിൽ? രഞ്ജിത്ത്, തൊടുപുഴയിൽ നടന്ന ഈ കൊട്ടേഷൻ കൊലപാതകത്തിന്റെ ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പൂർണ്ണമായും എബിന് അറിയാമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ 1-ാം പ്രതി ജോമോന്റെ ബന്ധു കൂടിയാണ് ഈ എബിൻ തോമസ്. കൂടാതെ ഈ കൊലപാതകത്തിന് ശേഷം 1-ാം പ്രതിയായ മുഖ്യപ്രതിയായ ജോമോന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ എബിൻ നൽകിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട ഈ തൊടുപുഴ സ്വദേശി ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടു പോകുന്നത് മുതലുള്ള വിവരങ്ങൾ എബിന് അറിയാമായിരുന്നു എന്നാണ് നമുക്ക് പോലീസ് നൽകുന്ന വിവരം. ഈ ബിജു മരണപ്പെട്ടുവെന്നും മൃതദേഹം കുഴിച്ചിട്ടെന്നും കാര്യങ്ങളും എല്ലാം തന്നെ എബിന് അറിയാമായിരുന്നു. ഇതെല്ലാം തന്നെ ജോമോൻ ഫോണിൽ വിളിച്ച് എബിനോട് കൃത്യമായി പറഞ്ഞിരുന്നു. ഈ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ എബിനോടാണ് ജോമോൻ വിളിച്ച് ദൃശ്യം 4 മോഡൽ നടപ്പിലാക്കി എന്ന് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇതിന്റെ ഫോൺ രേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ ഫോൺ രേഖകൾ ലഭിച്ചതിന്റെ ആധികാരികത കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധിച്ചു. ഇതിൽ നിന്നാണ് ഈ സംസാരിച്ചത് എബിനും ജോമോനും തമ്മിലാണെന്ന് പോലീസ് കണ്ടെത്തിയത്. തുടർന്നായിരുന്നു എബിനെ അറസ്റ്റ് ചെയ്തത്. ഇതുകൂടാതെ തന്നെ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പുതിയ ഫോൺ വാങ്ങിക്കുവാനായി ജോമോന് എബിൻ 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ എബിൻ കേറ്ററിംഗ് സർവീസിൽ, അതായത് മുഖ്യപ്രതി ജോമോനെ കേറ്ററിംഗ് സർവീസിൽ സഹായിച്ചിരുന്നതായും വിവരമുണ്ട്. അതേസമയം ജോമോന്റെ ഭാര്യയെ ഇതിൽ ചോദ്യം ചെയ്യുവാനായി പോലീസ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ജോമോന്റെ ഭാര്യ ഒളിവിൽ തുടരുകയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 2 ദിവസം മുമ്പാണ് ഇവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി നോട്ടീസ് നൽകിയത്. പലയിടത്തും പോലീസ് ഇവരെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇവർ ഹാജരാകുമെന്നും ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സംഭവത്തിൽ ഈ ജോമോന്റെ ഭാര്യയുടെ പങ്ക് വ്യക്തമാവുകയുള്ളൂ. ഈ ബിജുവിനെ കൊല്ലപ്പെട്ട ദിവസം ഈ ബിജുവിന്റെ മൃതദേഹം ജോമോന്റെ വീട്ടിൽ എത്തിച്ചിരുന്നു എന്നാണ് മറ്റു പ്രതികൾ പോലീസിന് മൊഴി നൽകിയത്. ഈ സമയത്ത് ജോമോന്റെ ഭാര്യയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജോമോന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസിലെ പ്രതികളായ ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമിൻ കുര്യൻ എന്നിവർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇതോടെ ഈ 3 പ്രതികളെയും ഒപ്പം ഇന്നലെ അറസ്റ്റ് ചെയ്ത എബിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ശരി, സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്ത, അമേരിക്കയുടെ പകരത്തീരുവ, അതുമായി ബന്ധപ്പെട്ട യുദ്ധം ലോകരാജ്യങ്ങൾക്കിടയിൽ തുടരുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ചുമത്തിയ പുതിയ തീരുവ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അമേരിക്കയുടെ പകരച്ചുങ്കത്തിന് 125% ചുങ്കമാണ് ചൈന അതേ നാണയത്തിൽ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ഇപ്പോഴത്തെ വ്യാപാര യുദ്ധം US-ന് കനത്ത തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ. അപർണ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അപർണ, 135% ചൈനയ്ക്ക് ചുമത്തിയത് അമേരിക്ക. ഇപ്പോൾ പകരം അമേരിക്കയ്ക്ക് ഉള്ള പണി ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ബോണ്ടുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ വലിയ ആശങ്കകൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് മറ്റു രാജ്യങ്ങൾക്കുള്ള ചുങ്കങ്ങൾ അമേരിക്ക പിൻവലിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ചൈനയോടുള്ള പോരാണോ തുടരുന്നത്? രഞ്ജിത്ത്, ഒരു ട്രേഡ് വാറിലേക്ക് കടക്കുകയാണ് അമേരിക്കയും
ചൈനയും എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഈ നിമിഷങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. ആഗോള വ്യാപാര രംഗം ചർച്ച ചെയ്യുന്നതും ആ തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ചൈന ഈ തിരിച്ചടിക്കാൻ തീരുമാനിച്ചതോടുകൂടി 184 എന്നുള്ള പകരച്ചുങ്കത്തിൽ നിന്ന് ഒറ്റയടിക്ക് 125 ആക്കിയത് അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക എന്നുള്ളൊരർത്ഥത്തിൽ തന്നെയാണ്. ഒപ്പം ഇതിന് ഈ ആഗോള സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന വലിയ കുഴപ്പങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം ട്രംപിനാണെന്ന് അത് അമേരിക്ക ഏറ്റെടുക്കണമെന്ന് ചൈന പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഈ തരത്തിൽ ഒരു പരസ്യമായിട്ടുള്ള ഒരു ട്രേഡ് വാറിലേക്ക് പോകുമ്പോൾ ട്രംപ് ചെയ്തത് ട്രംപിന്റെ പഴയ സഖ്യകക്ഷികളെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം പരസ്യമായിട്ട് നടത്തി. മെക്സിക്കോ, കാനഡ അടക്കമുള്ള ഇന്ത്യ അടക്കമുള്ള ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്ത്യ അങ്ങനെയുള്ള സഖ്യകക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണം എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ത്യ ഒഴികെയുള്ള മിക്ക രാജ്യങ്ങളും അത് തള്ളിക്കളഞ്ഞൊരു സാഹചര്യമുണ്ട്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം മുൻപ് ഉണ്ടായിരുന്നതാണ്. ആ സമയത്ത് ചൈന 2017 ഇത്തരം ഒരു സഖ്യമുണ്ടാകാനുള്ള ഒരു നീക്കം നടന്നതാണ്. അന്ന് മെക്സിക്കോയും കാനഡയും ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ ഇതൊരു ട്രാൻസ് പസഫിക് ഒരു പങ്കാളിത്തം ഉണ്ടാക്കിയതാണ് ചൈനയ്ക്കെതിരെ. അന്ന് ഈ കരാറിൽ നിന്ന് പിന്മാറിയത് അന്നത്തെ US പ്രസിഡന്റ് ആയിരുന്ന ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അങ്ങനെ ആ വഴി അന്ന് ട്രംപ് അടച്ചതുകൊണ്ട് ഇത്തവണ ട്രംപിന്റെ ഈ സഖ്യ വാഗ്ദാനം ഏതാണ്ട് പരിപൂർണമായിട്ട് മറ്റ് സഖ്യകക്ഷികൾ തള്ളിയ ഒരു സാഹചര്യമുണ്ട്. അത് തന്നെ വ്യക്തമാക്കുന്നത് അമേരിക്ക അല്പം പതർന്നു. ട്രംപ് പ്രകടമാക്കിയത് വളരെ ഒരു നാഷണൽ പ്രൈഡ് കാണിക്കാനുള്ള ഒരു അമേരിക്കക്കാരനോട് അമേരിക്കയാണ് ഫസ്റ്റ് എന്നുള്ള ട്രംപിന്റെ ആ നയം കാണിക്കാനാണ് ട്രംപ് ശ്രമിച്ചതെന്നും പക്ഷെ അത് വിലപ്പോകുന്നില്ല. ചൈനയുടെ സാഹചര്യം ഏതായാലും അമേരിക്കയ്ക്ക് ചൈന ചുമത്തുന്ന പകര ചുങ്കം ഇന്നു മുതൽ നിലവിൽ വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചു സുപ്രീം കോടതി. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് തമിഴ്നാട് കേസിന്റെ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നു. രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ അധികാരമില്ലെന്നും ഉത്തരവിലുണ്ട്. അതേസമയം സമയപരിധി നിശ്ചയിക്കുന്നത് അധികാരപരിധിക്ക് പുറത്തേക്കുള്ള കാര്യമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രതികരിച്ചു. രാഗേഷ് ചേരുന്നു. രാഗേഷ്, വിശദാംശങ്ങൾ. രഞ്ജിത്ത്, നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന ഗവർണർമാരുടെ നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് തമിഴ്നാട് നിയമസഭ പാസാക്കിയ 10 ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണർ RN രവിയുടെ നടപടി നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രവുമല്ല, ഗവർണർമാർ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും ആ കേസിൽ ഇപ്പോൾ ഉത്തരവ് 415 പേജുള്ള വിശദമായ ഉത്തരവാണ് ഇപ്പോൾ ഇന്നലെ രാത്രി സുപ്രീം കോടതി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് JB പർദിവാലയും ഒപ്പം തന്നെ R മഹാദേവന്റെയും ഉത്തരവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഗവർണർമാർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, 3 മാസത്തിനപ്പുറം രാഷ്ട്രപതിയും ഇത്തരത്തിൽ നിയമസഭ പാസാക്കിയ ബില്ലുകൾ, ഗവർണർമാർ അയച്ചു നൽകുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായ കാരണം, ഉചിതമായ കാരണം അതത് സംസ്ഥാനങ്ങളെ അറിയിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. കാരണം നിലവിലെ ഉത്തരവിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 201 പ്രകാരം രാഷ്ട്രപതിക്ക് അത്തരം തീരുമാനമെടുക്കുന്ന സമയപരിധിയില്ല. അങ്ങനെ ഇരിക്കെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കണം എന്നൊരു ഉത്തരവ് കൂടി വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് കൂടാതെ കോടതി ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഭരണഘടനാപരമായ പ്രവർത്തനം ന്യായമായ സമയത്തിനുള്ളിൽ നടന്നിട്ടില്ലെങ്കിൽ അതിൽ ഇടപെടാൻ സുപ്രീം കോടതി കഴിയും എന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കേരള ഗവർണർ ഇതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് തമിഴ്നാട് ഗവർണർക്കെതിരായ അല്ലെങ്കിൽ ഈ ബില്ലുകൾ സംബന്ധിച്ച കേസിലെ വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അത്തരമൊരു സമയപരിധി അത് ഭരണഘടനയിൽ പറയുന്നില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ കേരള ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രവുമല്ല, വിഷയം കേട്ട ബെഞ്ച് അത് ഭരണഘടനാ ബെഞ്ചിന് വിടും എന്നാണ് താൻ പ്രതീക്ഷിച്ചതെന്ന പരാമർശം കൂടി ഇപ്പോൾ കേരള ഗവർണർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത അത് രാഗേഷ് തന്നെ നൽകും. അത് നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട് BJPയുടെ പുതിയ അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിക്കും. BJP നിയമസഭാ കക്ഷി നേതാവും മുൻ മന്ത്രിയുമായ നയിനാർ നാഗേന്ദ്രൻ അധ്യക്ഷനാകും. ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് എത്തി ഇന്നലെയാണ് നയിനാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കുക. രാഗേഷ്, ഈ AIDMKയുമായുള്ള ഇടയ്ക്കൊന്ന് മുറിഞ്ഞ ബന്ധം അത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിനകം തന്നെ അമിത്ഷാ ഇന്നലെ അതിന് കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക. അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് പുതിയ അധ്യക്ഷന് മുന്നിൽ.
രഞ്ജിത്ത്, ഏതായാലും നയനാർ നാഗേന്ദ്രൻ തന്നെയാണ് BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ. കാരണം ഒറ്റ ആൾ മാത്രമാണ്, നയനാർ നാഗേന്ദ്രൻ മാത്രമാണ് ഇന്നലെ 4 മണിക്ക് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിപ്പിച്ചപ്പോൾ പത്രിക നൽകിയിരുന്നത്. അമിത്ഷാ തന്നെ ഇക്കാര്യം എക്സ് ഹാൻഡിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു സഖ്യപ്രഖ്യാപനം എടപ്പാടി പളനിസ്വാമിക്കൊപ്പം നടത്തിയത്. ഏതായാലും നയനാർ നാഗേന്ദ്രൻ ഇന്ന് അദ്ദേഹത്തെ പുതിയ അധ്യക്ഷനായി പ്രഖ്യാപിക്കും. തൊട്ടു പിന്നാലെ പാർട്ടി ആസ്ഥാനത്തെത്തി ചുമതലയേൽക്കും എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ADMKയുടെ കൂടി താല്പര്യം കൂടി പരിഗണിച്ചാണ് നയനാർ നാഗേന്ദ്രനെ അധ്യക്ഷനാക്കിയതെന്ന് കൂടി പറയാം. കാരണം കെ അണ്ണാമലയുമായി ഉള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു ഈ സഖ്യം വിട്ടുപോകാൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യം വിട്ടുപോകാൻ ADMK പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ വീണ്ടും 2 പാർട്ടികളും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒന്നിക്കുകയാണ്. ഏതായാലും നയനാർ നാഗേന്ദ്രൻ വരുന്നതോടുകൂടി BJP ചില കണക്കൂട്ടൽ കൂടി നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ തമിഴ്നാട്ടിലാണ് BJPക്ക് വലിയ സ്വാധീനമുള്ളത്, പ്രത്യേകിച്ച് കോയമ്പത്തൂർ അടക്കമുള്ള മേഖലകളിൽ. അതിന് പുറമെ തെക്കൻ തമിഴ്നാട്ടിലേക്കും, കന്യാകുമാരി ഒഴിച്ചു നിർത്തിയാൽ തെക്കൻ തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ നയനാർ നാഗേന്ദ്രനിലൂടെ അത്തരം മേഖലകൾ കൂടി കടന്നു കയറാം. പ്രത്യേകിച്ച് ജാതി സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ പുതിയ അധ്യക്ഷനായി നിയമിച്ചിട്ടുള്ളത്. അണ്ണാമലൈ ഗൗണ്ടർ വിഭാഗത്തിലുള്ള നേതാവായിരുന്നെങ്കിൽ ഇദ്ദേഹം തേവർ സമുദായാംഗമാണ്. പരമ്പരാഗതമായി തേവർ സമുദായം ADMK പിന്തുണച്ചു വന്നിരുന്നതാണ്. ശശികലയാകട്ടെ, അതിനുശേഷം OPS ആകട്ടെ, ഇവരൊക്കെ തന്നെ തേവർ സമുദായങ്ങളാണ്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ വോട്ടുകൾ DMKയിലേക്ക് പോകുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പുതിയ സഖ്യം വരുമ്പോൾ ഇദ്ദേഹത്തെ അധ്യക്ഷനാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ BJP നയിച്ചിട്ടുള്ളത്. തീർച്ചയായും വലിയ വെല്ലുവിളികൾ നയനാർ നാഗേന്ദ്രന് മുന്നിലുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇതിനോടകം തന്നെ DMK അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയം, ഭാഷാ വിവാദം അടക്കമുള്ള വിഷയം DMK ഏറ്റെടുത്തിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ഒന്നിച്ചാണ് അവിടെ പ്രചാരണം നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ BJP ADMK സഖ്യത്തെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യം കൂടി, അല്ലെങ്കിൽ വലിയ വെല്ലുവിളി കൂടി നയനാർ നാഗേന്ദ്രന് മുന്നിലുണ്ട്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും തമിഴ്നാട്ടിൽ പുതിയ BJP അധ്യക്ഷൻ ഇന്ന് ചുമതലയേൽക്കും. സ്വാതന്ത്ര്യ സമരത്തിൽ സ്വീകരിക്കേണ്ട വഴിയിൽ ആശയവിയോജിപ്പുകൾ ഉണ്ടായിരിക്കുമ്പോഴും മഹാത്മാഗാന്ധിയും ചേറ്റൂർ ശങ്കരൻ നായരും തമ്മിൽ ഉണ്ടായിരുന്നത് പരസ്പര ബഹുമാനവും സൗഹൃദവും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കേസിൽ ശങ്കരൻ നായരുടെ പങ്കിനെക്കുറിച്ച് പുസ്തകം എഴുതിയ കൊച്ചുമകൻ രഘു പാലാട്ടും ഭാര്യ പുഷ്പ പാലാട്ടും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. ചേറ്റൂർ ശങ്കരൻ നായർ AICC പ്രസിഡന്റായിരുന്ന ഏക മലയാളി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ വിമർശിച്ച് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകം എഴുതിയ സ്വാതന്ത്ര്യ സമര സേനാനി. എന്നാൽ ഇരുവരും തമ്മിലുണ്ടായിരുന്നത് പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ബന്ധം. ഇത് പറയുന്നത് ചേറ്റൂർ ശങ്കരൻ നായരുടെ നിയമ പോരാട്ടങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതിയ ചെറുമകൻ രഘു പാലാട്ടും ഭാര്യ പുഷ്പ പാലാട്ടും. മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, സർ ശങ്കരൻ നായർ ഹാസ് പുട്ട് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് and the British people on trial and found them wanting. And he Mahatma Gandhi വേറെയും പറഞ്ഞു, Sir Shankaran Nair is a great freedom fighter. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട് യങ് ഇന്ത്യയിൽ. വളരെ റെസ്പെക്ട് ഉണ്ടായിരുന്നു, എല്ലാവർക്കും റെസ്പെക്ട് ഉണ്ടായിരുന്നു. ദ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ എന്നാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ചേറ്റൂരിനെ കുറിച്ച് എഴുതിയത്. സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ലെന്നും അദ്ദേഹത്തെ ഓർക്കേണ്ട സമയം ഇനിയും വൈകിട്ടില്ലെന്നും രഘു പാലാട്ടും ഷീല പാലാട്ടും. കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. ആൻഡ് യെസ് ഹി വാസ് ഫോർഗോട്ടൻ മേ ബി, ബട്ട് ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഇപ്പം ചെയ്യാലോ, ഇപ്പൊ ഈ മൂവി വന്നപ്പോ ഇത്ര റെക്കഗ്നിഷൻ കിട്ടി. ഇനി BJP കോൺഗ്രസ് ആർക്കും റെക്കഗ്നൈസ് ചെയ്യാം. ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഹിസ് കോൺട്രിബ്യൂഷൻ ഈസ് അൺഡിനയബിൾ. It's undeniable. It was phenomenal. അക്ഷയ് കുമാറും മാധവനും മുഖ്യവേഷത്തിലെത്തുന്ന കരൺ ജോഹർ ചിത്രം കേസരി ചാപ്റ്റർ 2 റിലീസുമായി ബന്ധപ്പെട്ടാണ് ചേറ്റൂർ ശങ്കരൻ നായർ വീണ്ടും സജീവ ചർച്ചയാവുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കേസിൽ ബ്രിട്ടീഷ് കോടതിയിൽ ചേറ്റൂർ ശങ്കരൻ നായർ നടത്തിയ നിയമ പോരാട്ടമാണ് സിനിമയുടെ വിഷയം. രഘു പാലാട്ടും ഷീല പാലാട്ടും ചേർന്നെഴുതിയ ദ കേസ് ദാറ്റ് ഷൂക്ക് ദ എംപയർ എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് സിനിമ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി നമുക്ക് സ്പെഷ്യൽ ഡേ, ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. കൊല്ലം കടയ്ക്കൽ സ്വദേശികളായ പ്രദീപ് വിനിത ദമ്പതികളുടെ 15ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ഇരുവർക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പോലീസ് പെട്രോൾ കാണാം.
പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? നാലാമത്തെ പെഗിൽ